ഇഡിക്ക് സുപ്രീം കോടതിയുടെ നോട്ടീസ്. ഇഡിയുടെ റിട്ട് ഹർജി ഫയൽ ചെയ്യൽ ചോദ്യം ചെയ്തുള്ള ഹർജിയിലാണ് നോട്ടീസ്. അന്വേഷണ ഏജൻസിയായ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് കോടതികളിൽ റിട്ട് ഹർജി ഫയൽ ചെയ്യാൻ അധികാരമില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കേരളം സുപ്രീം കോടതിയെ സമീപിച്ചത്. അബ്ദുൾ റഷീദ് വിവരങ്ങളുമായി ചേരുകയാണ്. അബ്ദുൾ റഷീദ്, കോടതി നോട്ടീസ് അയക്കുന്നു ഇഡിക്ക്, എന്തൊക്കെ വിവരങ്ങൾ? അത് ഭരണഘടനയുടെ ആർട്ടിക്കിൾ 226 പ്രകാരം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് റിട്ട് ഹർജി ഫയൽ ചെയ്യാൻ അധികാരമുണ്ടോ എന്ന പ്രധാനപ്പെട്ട ചോദ്യം ഉന്നയിച്ചുകൊണ്ടാണ് കേരളവും തമിഴ്നാടും സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നത്. നേരത്തെ ചില ഇ ഡി കേസുകളിൽ ഹൈക്കോടതികളിലും അതോടൊപ്പം വിചാരണ കോടതിയിലടക്കം ഇ ഡി നേരിട്ട് റിട്ട് ഹർജി ഫയൽ ചെയ്യുന്ന അധികാരം ഉപയോഗപ്പെടുത്തിയിരുന്നു. ഇത് കേരള ഹൈക്കോടതിയും അംഗീകരിക്കുന്ന നിലപാട് ഉണ്ടായിരുന്നു. ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഹർജിയിലാണ് ഇപ്പോൾ സുപ്രീം കോടതി ഇ ഡിക്ക് നോട്ടീസ് അയച്ചിരിക്കുന്നത്. 4 ആഴ്ചക്കകം ഇതിനോടകം തന്നെ മറുപടി നൽകണമെന്നുള്ള കാര്യമാണ് നോട്ടീസിൽ സുപ്രീം കോടതിയെ ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്തായാലും 4 ആഴ്ചയ്ക്ക് ശേഷം ഇതുമായി ബന്ധപ്പെട്ടുള്ള കേസ് പരിഗണിക്കാം എന്നുള്ളതാണ് ഇപ്പോൾ കോടതി അറിയിച്ചിരിക്കുന്നത്. ജസ്റ്റിസ് ദീപാങ്കർ ദത്ത, ജസ്റ്റിസ് സതീഷ് ചന്ദ്ര ശർമ്മ എന്നിവരടങ്ങിയിട്ടുള്ള ബെഞ്ചാണ് നിലവിൽ കേസ് പരിഗണിച്ചിട്ടുള്ളത്. അജിംഷ. ശരി, അബ്ദുൾ റഷീദാണ് വിവരങ്ങൾ വിശദാംശങ്ങൾ.